അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ പൊതുവെ നമ്മൾ സുന്നികളായ ഉസ്താദുമാരും മറ്റുമൊക്കെ കാലങ്ങളായും മുൻഗാമികളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ചര്യ എന്ന നിലക്കുമൊക്കെ സുന്നത്തായി സ്വീകരിച്ചു പോരുന്നൊരു ചര്യയാണ് തലമറക്കുക എന്നുള്ളത്. അപ്പോൾ തലമറക്കുക എന്നുള്ളത് നമ്മളൊരു മുസ്തഹബാണ്, സുന്നത്താണ്, 4 മദ്ഹബിലും വലിയ ഫളിലുള്ള കാര്യമാണ്. നമ്മളതിനനുസരിച്ച് നമ്മളുടെ കഴിയുന്ന ആളുകളൊക്കെ തലമറച്ചുകൊണ്ടാണ് നടക്കാറുള്ളത്. ഉസ്താദുമാർ പ്രത്യേകിച്ച് തലമറക്കാറുണ്ട്. സാധാരണക്കാർ സാധിക്കുന്നവരൊക്കെ തലമറക്കാറുണ്ട്. ഏത് സാധിക്കാത്തവരും നമസ്കരിക്കുമ്പോഴും മറ്റുമൊക്കെ തലമറക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. പൊതുരംഗത്ത് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു പക്ഷേ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ നമ്മളെ ഉസ്താദുമാരൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് തലമറക്കുക എന്നുള്ളത് ഒരു മുസ്തഹബാണ്, നല്ല സുന്നത്തായ ഒരു കാര്യമാണ്. തലമറച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് പുണ്യം കിട്ടും. അപ്പോൾ 24 മണിക്കൂറും പുണ്യം കിട്ടുന്ന ഒരു കാര്യമാണ് ഈ തലമറക്കുക തുടങ്ങിയ വിഷയങ്ങളൊക്കെ. അപ്പോൾ അതിന് സാധിക്കുന്ന ആളുകളൊക്കെ അത് ചെയ്യണമെന്നൊക്കെ നമ്മളുടെ ഉസ്താദുമാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് സുന്നികളായിട്ടുള്ള ആളുകളൊക്കെ തലമറക്കുകയും തൊപ്പി കൊണ്ടോ മറ്റ് തുണി കൊണ്ടൊക്കെ തലമറക്കുന്നത് നമ്മളെല്ലാവരും കാണുന്നതാണ്. എന്നാൽ ഇക്കണ്ട കാലം വരെയും ഇവിടെയുള്ള മുജാഹിദുകൾ തലമറക്കുക എന്നുള്ളത് ബിദ്അത്താണ് എന്നും അതൊരു പിഴച്ച കാര്യമാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തുമൊക്കെ മണലാരണ്യത്തിലൂടെയുള്ള മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ മണൽ തരികൾ തലയിൽ വീണിട്ട് പനിയും ജലദോഷവും പിടിക്കാതിരിക്കാനും കൊര വരാതിരിക്കാനും വേണ്ടിയിട്ട് ചുമയും മറ്റൊക്കെ വരാതിരിക്കാനും വേണ്ടിയാണ് മറച്ചിരുന്നത്. അതിനൊരു പുണ്യവുമില്ല, അതിനൊരു ഫളലുമില്ല എന്നൊക്കെ വാദിക്കുകയും പറയുകയും വിശ്വസിക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു. എന്ന് മാത്രമല്ല, ഇവിടെ ഈ ദറസിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ നോക്കിയിട്ട് തലമറച്ചൊക്കെ നടക്കുന്ന കുട്ടികളെ നോക്കിയിട്ട് കുഞ്ഞാടുകളെന്ന് വിളിച്ച് കളിയാക്കുകയും അവരുടെ തലമറക്കുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ കാഷ്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തലയിൽ വീഴാതിരിക്കുമെന്നതല്ലാതെ മറ്റൊരു ഗുണവും അതിനില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയും മറ്റൊക്കെ ചെയ്യുകയായിരുന്നു ഇത്രയും കാലം. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, മുജാഹിദുകൾ കുറച്ചൊക്കെ വ്യാപകമായിട്ട് അവരുടെ തലമറക്കുന്ന ഒരു സംസ്കാരം നിങ്ങൾ കണ്ടു കാണും. അവരുടെ ദാഇമാരും പ്രബോധകരും പ്രസംഗികരുമൊക്കെ ഇങ്ങനെ തലമറക്കുന്നത് ഒരു സംസ്കാരമായി കൊണ്ട് നടക്കുന്നതായിട്ട് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ അതിന് കാരണമായിട്ടുള്ളത് ഇവരുടെ ഒരു നേതാവ്, അതായത് കേരളത്തിലൊക്കെ മുജാഹിദുകൾ തലമറക്കുക എന്നുള്ളത് ബിദ്അത്താണ്, അങ്ങനെ ഒരു രീതിയില്ല, അത് പനി പിടിക്കാതിരിക്കാനും ജലദോഷം വരാതിരിക്കാനും ഒക്കെ ചെയ്തു പോന്നിരുന്ന ഒരു കർമ്മമാണ് എന്നൊക്കെ കളിയാക്കി നടന്നിരുന്ന മുജാഹിദുകൾക്കിട്ട് മുജാഹിദുകളുടെ ഏറ്റവും വലിയ നേതാവും അവർ തന്നെ ഹദീസിലെ വലിയ വെള്ളി നക്ഷത്രം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഇമാം ബുഖാരിയേക്കാൾ വലിയ ഹദീസ് പണ്ഡിതനും ബുഖാരിയെ ഒക്കെ തിരുത്താൻ യോഗ്യതയുണ്ട് എന്ന് അവർ തന്നെ പറയുന്ന ഷെയ്ഖ് അൽബാനി നൽകിയ ഒരു ഫത്വയുണ്ട്. ആ ഫത്വ ഇവിടുത്തെ മുജാഹിദുകളെല്ലാവരും അന്തം വിട്ട് കേട്ട് നിന്ന ഫത്വയാണ്. ആ അൽബാനിയുടെ ഫത്വയ്ക്ക് ശേഷമാണ് നമ്മുടെ നാട്ടിൽ അൽബാനി മരണപ്പെട്ടത് ഏകദേശം 999 ഈ അടുത്ത കാലത്താണ് അദ്ദേഹത്തിൻ്റെ ഫത്വകളും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളും അദ്ദേഹത്തിൻ്റെ കിതാബുകളുമൊക്കെ നമ്മുടെ നാട്ടിൽ കൂടുതലായി പ്രചാരത്തിൽ വരുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായി തല തുറന്നിടുക എന്നുള്ളത് ഒരു ശരിയായ രീതിയല്ല, അത് മറക്കുക എന്നുള്ളത് തന്നെയാണ് ഖൈറ് എന്ന് സുന്നികൾ പറഞ്ഞ ആ അഖീദയിലേക്ക് അല്ലെങ്കിൽ ആ ഫിഖഹിയായ മസ്അലയിലേക്ക് അവർ വരികയും ഇക്കണ്ട കാലം വരെ സുന്നികളെ കളിയാക്കുകയും ചെയ്തിരുന്നവർ ഇപ്പോൾ ആ വിഷയത്തിൽ നമ്മളെക്കാൾ അല്ലെങ്കിൽ നമ്മളെപ്പോലെ തന്നെ വലിയ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അൽബാനി പറയുന്നത് നമ്മളെക്കാൾ വലിയ വാദമാണ്. നമ്മളൊക്കെ പറയുന്നത് ഒരു മുസ്തഹബാണ്, നല്ല കാര്യമാണ്, സുന്നത്താണെന്നാണ്. അൽബാനി പറയുന്നത് ഇങ്ങനെ തല തുറന്നിടുക എന്ന് പറയുന്നത് കാഫിറിൻ്റെ പണിയാണ് എന്നാണ്. ഇത് അൽബാനി വിഷയകമായി നൽകിയ ഒരു ഫത്വയാണ്. അൽബാനി പറയുന്നത് നോക്കൂ നിങ്ങൾ, ഇക്കാലഘട്ടത്തിൽ തല തുറന്നിടുക എന്നുള്ളത്, പുരുഷന്മാരൊക്കെ തല തുറന്ന് നടക്കുക, തല മറക്കാതിരിക്കുക എന്നുള്ളത് വ്യാപകമായിട്ടുണ്ട്. ഹുവ ഹദബുൻ അജ്നബിയുൻ അറബിയുൻ കാഫിറുൻ, അത് കാഫിറുകളായ സത്യനിഷേധികളായ പാശ്ചാത്യരുടെ ഒരു പിഴച്ച സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ലാ യഅരിഫു സലഫുനൽ മുതഖദ്ദിമു വലൽ മുതഅഖിറു, നമുക്കറിയുകയില്ല, സലഫുകളിൽപ്പെട്ട ഒരാൾക്കും പരിചയമില്ല, നമ്മുടെ സലഫുകളിൽപ്പെട്ട അഥവാ നമ്മുടെ ഇമാമികളായ മുൻഗാമികളിൽ ഒരാൾക്കും അങ്ങനെ ഒരു സംസ്കാരം, ഈ ഒരു രീതി പരിചയമുള്ളതല്ല. അപ്പോൾ നമ്മുടെ മുൻഗാമികളായ ഇമാമിയങ്ങളും സലഫു സ്വാലിഹുകളുമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ തല മറക്കുകയും തല മറച്ചുകൊണ്ട് നടക്കുകയും ചെയ്തിട്ടുണ്ട്. തല മറക്കാതിരിക്കുക എന്നുള്ളത് പാശ്ചാത്യരായ കാഫിറുകളുടെ സംസ്കാരത്തിൽപ്പെട്ടതാണ്.
ഇത് ഏതെങ്കിലും സുന്നി പണ്ഡിതൻ പറഞ്ഞതല്ല, മറിച്ച് മുജാഹിദുകളുടെ ആധുനിക ഹദീസ് പണ്ഡിതനായ ഇമാം ബുഖാരിയേക്കാൾ വലിയ ഹദീസ് പണ്ഡിതനാണ് എന്നും ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനിയെയും ഇമാം നവവിയെയും ഒക്കെ തിരുത്താൻ യോഗ്യതയുണ്ട് എന്ന് അവർ തന്നെ പറയുന്ന ഷെയ്ഖ് അൽബാനി കൊടുത്ത ഫത്വയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഉസ്താദുമാർ മുൻപ് നമ്മെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ അത് പിഴച്ചതാണ്, അത് ബിദ്അത്താണ്, അത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ തിരുത്തിച്ച് കുറേ കാലം നമ്മളങ്ങനെ കൊണ്ടുപോകാം. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യുക, ഇവരുടെ ഉസ്താദുമാരെ തന്നെ അല്ലെങ്കിൽ ഇവരുടെ ഏതെങ്കിലും മൗലവിമാരുടെ ഫത്വ കൊണ്ടുവന്നുകൊണ്ട് തന്നെ ആ കളഞ്ഞ് വലിച്ചെറിയാൻ കൽപ്പിച്ച അതേ കാര്യം വീണ്ടും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഒരു 10-15 കൊല്ലം മുജാഹിദായി ജീവിച്ച വ്യക്തി നിസ്കരിക്കുമ്പോൾ പോലും തല മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. തല മറക്കാൻ പാടില്ല എന്നൊരു പുണ്യമില്ല, വേണമെങ്കിൽ വെറുതെ മറച്ചോളി, ഒരു കാര്യം കിട്ടും, ചിലപ്പോൾ തല മറച്ചിട്ടുണ്ടെങ്കിൽ ജലദോഷം വരാതിരിക്കാനൊക്കെ ഉപകരിക്കും എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പോൾ പറയുന്നത് തല വെളിവാക്കുക എന്നുള്ളത് കാഫിറുകളായ പാശ്ചാത്യരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മുടെ സലഫുകളിൽ ഒരാൾക്കും അറിയുകയില്ല. നമ്മുടെ സലഫുകളിൽ ഒരാൾക്കും അത് പരിചയമില്ല, അറിയുക പോലുമില്ല തല വെളിവാക്കി നടക്കുക എന്നുള്ളത്. എല്ലാവരും തല നിർബന്ധമായി മറക്കണമെന്നാണ് ഇപ്പോൾ പറയണത്. ഇപ്പം നമ്മളൊരു പഴയ ചൊല്ല് പറയല്ലോ, ഒന്നെങ്കിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാൻ്റെ നെഞ്ചത്ത് എന്ന് പറഞ്ഞതുപോലെ ഇത്രയും കാലം പറഞ്ഞ് തലമറക്കൽ ബിദ്അത്താണ്, അങ്ങനെ ചെയ്യരുത്, അതുകൊണ്ടൊരു ഉപകാരവുമില്ല, റസൂലും സ്വഹാബത്തും മുൻഗാമികളൊക്കെ അത് മരുഭൂമിയിൽ മറ്റേ കാറ്റത്ത് മണൽ തലയിൽ വീഴാതിരിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പം പറയുന്നു എന്താണ്, അതെല്ലാവരും ചെയ്യണം, അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളത് പാശ്ചാത്യരായ പിഴച്ച കാഫിറുകളുടെ സംസ്കാരമാണ്, അതുകൊണ്ട് എല്ലാവരും തലമറക്കണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇവരുടെ ഫിഖ്ഹൊക്കെ എങ്ങനെയാണ്, ഇന്നൊരു ഫിഖ്ഹ്, നാളൊരു ഫിഖ്ഹ്, മറ്റന്നാളെ വേറൊന്ന്, ഇങ്ങനെ മാറ്റി മാറ്റി പറയും. ഇതാണ് ഈ മുജ്തഹിദുകളായ ഇമാമിങ്ങളെയൊക്കെ തള്ളിക്കൊണ്ട് നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമിങ്ങളൊക്കെ വിവരമില്ലാത്തവരാണ്, ഇജ്തിഹാദിന് യോഗ്യതയില്ലാത്തവരാണ് എന്ന് പറഞ്ഞ് അവരെയൊക്കെ തള്ളി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നേരിട്ട് ഗവേഷണം നടത്തി ഞങ്ങൾ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞു വന്നിട്ടുള്ള അഭിനവ മുജ്തഹിദുകളായ ആളുകളുടെ ഗതികേടാണ് നമ്മളിവിടെ കാണുന്നത്. ഇസ്ലാം